Hi everybody, welcome to my channel. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചോക്ലേറ്റ് പുഡിംഗ് ആണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് അധികം സാധനങ്ങളൊന്നും ഇല്ലാണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചോക്ലേറ്റ് ആൻഡ് വൈറ്റ് ചോക്ലേറ്റ് പുഡിംഗ് ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കുറച്ച് ചൈന ഗ്രാസ് എടുക്കാം. ഇതൊരു പാക്കറ്റ് ചൈന ഗ്രാസ് ആണ്. അതെടുത്ത് ജസ്റ്റ് ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വാഷ് ചെയ്യാം ആദ്യം. ഇനി അപ്പോൾ ഈ ചൈന ഗ്രാസ് നമുക്കൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മെൽറ്റാക്കി എടുക്കണം, നന്നായിട്ട് ഉരുക്കിയെടുക്കണം. കുറച്ച് വെള്ളം, അതൊന്ന് മുങ്ങുന്ന അളവിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി അതൊന്ന് നല്ല മെൽറ്റായി വരാം. കംപ്ലീറ്റ് മെൽറ്റാവുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്യണം. ഇത് ഏകദേശം നന്നായിട്ട് ഉരുകി നന്നായിട്ടിപ്പോൾ മെൽറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എഗൈൻ ആ ബൗളിലോട്ടേക്ക് മാറ്റാം. ഇതാണ് നമ്മുടെ തിക്കനിങ് ഏജൻറ്റ്. അപ്പോൾ ഞാൻ എഗെയിൻ ആ ഒരു പാൻ തന്നെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് ഹെവി ബോട്ടം ആയിട്ടുള്ള പാനാണ്, അടി പിടിക്കാണ്ടിരിക്കുന്ന ടൈപ്പ് പാത്രം നമ്മളിതിന് യൂസ് ചെയ്യണം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഞാനിവിടെ ഒരു 250 ml പാല്, 250 ml പാലെടുത്തിട്ടുണ്ട്. അതൊന്ന് തിളയ്ക്കണം. ഇപ്പോൾ നമ്മുടെ പാല് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പാല് നന്നായിട്ട് തിളച്ചു തുടങ്ങി. ഇപ്പോൾ നമ്മൾ ഇതിനകത്തോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് 125 grams ചോക്ലേറ്റ് ആണ്. ഇത് ഡാർക്ക് ചോക്ലേറ്റ് ആണ്. സ്ലോ ഹീറ്റിൽ വെച്ചിട്ട് തിളപ്പിക്കുക. ഈ ചോക്ലേറ്റ് കംപ്ലീറ്റ്ലി മെൽറ്റ് ആവണം. അതുപോലെ ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി ഒരു 1/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എന്നിട്ട് മിക്സ് ചെയ്യാം. വെരി നൈസ് മണം. ഒരു നമ്മൾ കോഫി ഷോപ്പിനകത്തൊക്കെ കയറിപ്പോയുള്ള ഒരു മണം. കേക്ക്, പുഡിങ്, ക്യാപ്ച്ചിനോ കോഫിയുടെ ഒക്കെ ഒരു കോമ്പിനേഷൻ സ്മെൽ. അടുത്തത് ഞാനിവിടെ കുറച്ച് കണ്ടൻസ് മിൽക്ക് എടുത്തിട്ടുണ്ട്. ഒരു കുറച്ച് ഒഴിച്ചു കൊടുക്കാം. സ്വീറ്റ്നെസ് ഡിപ്പെൻഡഡ് ആണ്, പക്ഷെ ഓൾറെഡി ചോക്ലേറ്റിനകത്ത് കുറച്ച് മധുരം ഉണ്ടാവും. നോക്കി ആഡ് ചെയ്യാം. നമ്മുടെ ചോക്ലേറ്റൊക്കെ കംപ്ലീറ്റ്ലി മെൽറ്റായി അല്ലേ. ഇനി നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് ചൈന ഗ്രാസ്. ഇവിടെ ഞാൻ എടുത്തിട്ടുണ്ടല്ലോ ഫുള്ള്, അതിൻ്റെ ഹാഫ് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഹാഫ് പോയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ബോയിലാക്കണം. ഒരു 30 seconds കൂടെ വെച്ചിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. ഇപ്പം നന്നായിട്ട് ബോയിലായി, കറക്റ്റ് ടൈമായി. ഞാൻ ഓഫ് ചെയ്യാണ് സ്വിച്ച്. എന്നിട്ട് ഞാനിതൊരു വേറൊരു കപ്പിൽ തൽക്കാലം മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഞാനിതൊരു കപ്പിലോട്ടേക്ക് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഞാൻ അഗെയിൻ അതൊക്കെ വാഷ് ചെയ്ത് സെയിം പാൻ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പാല് 1/4 ലിറ്റർ ബോയിലാവട്ടെ. അപ്പോൾ ഈ പാല് തിളച്ചു തുടങ്ങി. പാൽ തിളച്ചതിന് ശേഷം 125 grams വൈറ്റ് ചോക്ലേറ്റ്
അത് കംപ്ലീറ്റ്ലി മെൽറ്റ് ആവണം. അപ്പോൾ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് കംപ്ലീറ്റ്ലി മെൽറ്റായി. അതിനകത്തോട്ടേക്ക് ഞാൻ ബാക്കിയുള്ള കണ്ടൻസ് മിൽക്ക്, വൈറ്റ് ചോക്ലേറ്റിൽ എപ്പോഴും മധുരം കുറച്ച് കൂടുതലായിരിക്കും, അപ്പം കണ്ടൻസ് മിൽക്ക് കുറച്ച് മതി. ഞാനൊരു 1 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ടാവും, അത് മതി. അപ്പം അതും കൂടെ മിക്സ് ചെയ്യുക. നന്നായിട്ടൊന്ന് അലിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് അതിനകത്തോട്ടേക്ക് ബാക്കിയുണ്ടാകുന്ന ചൈന ഗ്രാസ് ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. അത് ആക്ച്വലി ഇവിടെ ഒന്ന് സെറ്റായി, അതിട്ട് കൊടുക്കാം. അപ്പോൾ അതൊന്ന് അലിയണം, എന്താണെങ്കിലും അതൊന്ന് അലിയട്ടെ. ചൈന ഗ്രാസ് നന്നായിട്ടൊന്ന് മെൽറ്റ് ആവട്ടെ. അപ്പോൾ അത് കുറച്ച് നേരം ഒന്ന് ബോയിൽ ആവട്ടെ, ഒരു 1 മിനിറ്റ്. ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എസൻസ് ഒഴിക്കാം, വാനില എസൻസ്. പക്ഷേ എനിക്ക് വൈറ്റ് ചോക്ലേറ്റിന് ഒരു മണം ഉള്ളതുപോലെ ഉണ്ട്, അതുകൊണ്ട് ഞാനൊന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്കിത് തണുപ്പാറുന്നതിന് മുന്നേ തന്നെ ഒരു മോൾഡിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഡബിൾ 2 ലെയറായിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ചോക്ലേറ്റ് ലെയർ ഒഴിച്ചു. നെക്സ്റ്റ് ഇസ് വൈറ്റ് ചോക്ലേറ്റ്. അഗെയിൻ നമുക്ക് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കാം. അഗെയിൻ നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കാം. അഗെയിൻ ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കാം. വൈറ്റ് ചോക്ലേറ്റ്. ഫിൽ ചെയ്തിട്ടുണ്ട്. ഇനി എന്താ, ഇതൊന്ന് ലേശം തണുത്തതിന് ശേഷം നമുക്കത് ഫ്രിഡ്ജിനകത്തൊരു 3-4 hours റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനലായിട്ടുള്ള ഭംഗി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു 4-5 മണിക്കൂർ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് സൈഡൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്യാം. അപ്പോൾ അതിനൊരു പാത്രം വയ്ക്കാം. ഓക്കെ, അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ചോക്ലേറ്റ് പുഡിംഗ്? അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ഔട്ട് ചെയ്യുക. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും, ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടൻസ് മിൽക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ അതിന് പകരം നിങ്ങൾക്ക് പഞ്ചസാര ആഡ് ചെയ്യാം. അതുപോലെ തന്നെ വൈറ്റ് ചോക്ലേറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നോർമൽ ഡാർക്ക് ചോക്ലേറ്റ് ഉപയോഗിച്ചിട്ട് തന്നെ വെറും ഫുൾ ആൻഡ് ഫുൾ ഒരു ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഒരു പുഡിംഗ് ആയിട്ടും ചെയ്യാം. ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഹോട്ടലിലോ അല്ലെങ്കിൽ ഒരു 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ ഡിന്നർ കഴിച്ച് കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ഡെസേർട്ട്സ് ഉണ്ടാവും. അപ്പം അതിലിരിക്കുന്ന ഒരു ഡെസേർട്ട്, ഒരു പുഡിംഗ്, ചോക്ലേറ്റ് പുഡിംഗ് എങ്ങനെയായിരിക്കും അതിലും ടേസ്റ്റ് ആയിരിക്കും നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ. കുറച്ചും കൂടെ റിച്ച്നെസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പം എന്താണെങ്കിലും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് കഴിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരും ഷെയർ ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ളൊരു ബെൽ ബട്ടൺ അതും കൂടെ ഒന്ന് എനാബിൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്തൊരു റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ.